പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ലോകമെമ്പാടുമുള്ള ഗുഡ്നെസ് ടി വി പ്രേക്ഷകരെ, നിങ്ങൾക്കേവർക്കും ഗുഡ്നെസ് ടി വി ഒരുക്കുന്ന ഡിവൈൻ വോയിസ് ആത്മീയ ശുശ്രൂഷയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമുക്ക് പ്രാർത്ഥിച്ച ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. കണ്ണുകളടയ്ക്കാം, കരങ്ങൾ കൂപ്പാം. കർത്താവായ ഈശോയെ, അങ്ങ് ഞങ്ങളോട് നിരന്തരം സംസാരിക്കുന്നത് വചനങ്ങളിലൂടെയാണല്ലോ. ഈ ദിനം ഞങ്ങളോട് അങ്ങ് സംസാരിക്കുന്ന തിരുവചനം ശ്രവിക്കാനും അതിൻ്റെ അർത്ഥം ആഴത്തിൽ മനസ്സിലാക്കാനും ഈ മണിക്കൂറിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അഭിഷേകം ചെയ്യണേ. പരിശുദ്ധാത്മാവിനെ അയച്ചതിനുള്ള ശക്തിയും കൃപാവരവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ പിതാവേ, സകല വിശുദ്ധരെ, മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. ഈശോയിൽ അനുഗ്രഹീതരായ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന നിങ്ങൾക്കേവർക്കും ഈ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേരുന്നു. നമുക്ക് വചന ശുശ്രൂഷയിലൂടെ കടന്നു പോകാം. ഉള്ളങ്കാലിൽ കയറിയ മുള്ളുമായി വേദനിക്കുന്ന മനുഷ്യൻ ഡോക്ടറുടെ പക്കലെത്തുമ്പോൾ ഡോക്ടർ ചെയ്യുന്ന എന്താണ് നമുക്കറിയാം. അദ്ദേഹം വേദനിക്കുന്നവനെ കിടത്തിയിട്ട് കാലിലെ മുള്ള് സൂചി കൊണ്ട് കുത്തിയെടുക്കാൻ ശ്രമിക്കും. വേദനിപ്പിക്കുക എന്നുള്ളതല്ല ഡോക്ടറുടെ ലക്ഷ്യം. അദ്ദേഹത്തിൻ്റെ വേദന മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ സൂചി കൊണ്ട് കുത്തുമ്പോൾ അല്ലെങ്കിൽ മുള്ളെടുക്കാനായിട്ട് ഡോക്ടർ ശ്രമിക്കുമ്പോൾ കൂടുതൽ വേദന എടുത്തു എന്ന് വരും. ഇപ്പോൾ രോഗി വിചാരിക്കുന്നത്, ചില രോഗികളൊക്കെ വിചാരിക്കും, കുഞ്ഞുങ്ങളൊക്കെയാണ് വിചാരിക്കും എന്നെ കൂടുതൽ വേദനിപ്പിക്കാനാണ്. യഥാർത്ഥത്തിൽ കൂടുതൽ വേദനിപ്പിക്കുക എന്നുള്ളതല്ല ലക്ഷ്യം. വേദന പരിപൂർണമായിട്ടും മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് ഉള്ള ആ ശ്രമത്തിനിടെ കുറച്ച് വേദനകൾ അധികം ഉണ്ടാകും എന്നൊരു വശമുണ്ട്. അതേ ഉള്ളൂ. രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം. ഈ വേദനയിൽ നിന്നും ആ രോഗിയെ, ആ വേദനിക്കുന്ന മനുഷ്യനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം, വയറ്റിൽ മുഴയുമായിട്ട് രോഗി ഡോക്ടറുടെ പക്കൽ വന്നു. ഓപ്പറേഷൻ ആവശ്യമാണെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ എൻ്റെ ദേഹം കീറി മുറിക്കാനോ വേണ്ടിയിട്ടല്ല. യഥാർത്ഥത്തിൽ കൂടുതൽ മാരകമായ അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് ആ ഉള്ളിലുള്ള, ഉദരത്തിലുള്ള മുഴ എടുത്തു മാറ്റുക എന്നുള്ള ലക്ഷ്യമാണ് അതിൻ്റെ പിന്നിലുള്ളത്. കീറി മുറിച്ച് വേദനിപ്പിക്കുക എന്നുള്ളതും നൊമ്പരപ്പെടുത്തുക എന്നുള്ളതുമല്ല ലക്ഷ്യം. അതുപോലെ ഇഷ്ടമില്ലെങ്കിലും നമുക്കറിയാം, കുടുംബജീവിതക്കാരായ ഇതിൽ പങ്കെടുക്കുന്ന, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരായിട്ടുള്ളവർക്ക് കൃത്യം അറിയാം, കുഞ്ഞുങ്ങളെയൊക്കെ ഡോക്ടറോ നേഴ്സോ മാതാപിതാക്കളോ എന്തുകൊണ്ടാണ് മരുന്ന് പിടിച്ചിട്ട് കുടിപ്പിക്കുന്നത്? അല്പം കൈപ്പേറിയ മരുന്നാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കുടിക്കാനായിട്ടോ കഴിക്കാനായിട്ടോ ഇഷ്ടമേ ഉണ്ടാവില്ല. അപ്പോൾ അത് നിർബന്ധിച്ച് പിടിച്ചിട്ട് കഴിപ്പിക്കും. അതിൻ്റെ കാരണം എന്താണ്? കുട്ടിയുടെ രോഗം മാറുക എന്നുള്ളതാണ്. കുട്ടിയെ രക്ഷിക്കുക എന്നുള്ളതാണ് പിന്നിലുള്ള കാര്യം. അല്ലാതെ കുട്ടിയെ ഭക്ഷണം കൊടുക്കാതെ ഇത് കുടിപ്പിച്ചും തീറ്റിച്ചും വയറ് നിറപ്പിക്കുക എന്നുള്ളതല്ല. മറ്റൊന്നുമല്ല ലക്ഷ്യം. രക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ്. അതുപോലെ ദേഹം മുഴുവൻ പൊള്ളലേറ്റ് ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന രോഗി എല്ലാ ദിവസവും തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കുളിപ്പിക്കും. പൊള്ളലേറ്റ് കിടക്കുന്ന ഒരു വ്യക്തിയെ സാധാരണഗതിയിൽ ആശുപത്രിയിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ, വീട്ടിലാണെങ്കിലും അത് പറഞ്ഞാണ് വിടുക, ചെറു ചൂടുവെള്ളത്തിൽ, തണുത്ത വെള്ളത്തിലല്ല, ചെറു ചൂടുവെള്ളത്തിൽ തേച്ച് കുളിപ്പിക്കും. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ശരീരം ചീഞ്ഞ് നാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഈച്ച പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, പഴുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ലക്ഷ്യം എന്താണ്? ഇതൊക്കെയാണെങ്കിലും രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതിൽ നിന്നും ഈ രോഗിയെ, ഈ വ്യക്തിയെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ പിന്നിലുള്ള ലക്ഷ്യം. പ്രിയമുള്ളവരെ, ഓപ്പറേഷൻ ആവശ്യമായ രോഗിയുടെ നട്ടലിൽ, വളച്ചു കിടത്തി നട്ടലിൽ ഇഞ്ചക്ഷൻ വയ്ക്കും ഡോക്ടർ. അതെന്തിനു വേണ്ടിയിട്ടാണ്? എല്ലൊടിക്കാൻ വേണ്ടിയിട്ടോ മറ്റൊന്നിനു വേണ്ടിയിട്ടോ അല്ല, മറിച്ച് ഈ വ്യക്തിയുടെ വേദന പരിപൂർണമായിട്ട് ശമിപ്പിക്കത്തക്ക രീതിയിൽ
ചെയ്യേണ്ട ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള വേദന എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നല്ല വേദന, മാരകമായ വേദന എടുക്കും. അത് അറിയരുത്, രോഗി അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ അസ്ഥിയിൽ അല്ലെങ്കിൽ നട്ടെല്ലിൽ ഇഞ്ചക്ഷൻ വയ്ക്കുന്നത്. അത് വയ്ക്കുമ്പോൾ നല്ല വേദന എടുക്കും. പിന്നെ മരച്ച് കഴിയുമ്പോൾ മറ്റു വേദനകളൊന്നും അറിയില്ല, ചെയ്യുന്ന ശുശ്രൂഷയുടെ വേദനകളും അറിയില്ല. പ്രിയപ്പെട്ടവരെയും, ഇതുപോലെ ഇനി വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നമുക്കൊന്ന് തിരിയാം. വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് തിരിയുമ്പോൾ നിയമാവർത്തന പുസ്തകം 8-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് മുന്നോട്ട് പോവുക. അത് പിതാവ് പുത്രൻ എന്ന പോലെ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശിക്ഷണം നൽകുമെന്ന് ഹൃദയത്തിൽ നിങ്ങൾ ഗ്രഹിക്കണം. നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പഞ്ചഗ്രന്ഥിയിൽ പറഞ്ഞിരിക്കുന്ന, ആരംഭ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, അവസാന ഗ്രന്ഥങ്ങളിലൊന്നുമല്ല. ആരംഭത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, പിതാവ് പുത്രൻ എന്നതുപോലെ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശിക്ഷണം നൽകുമെന്ന് നിങ്ങൾ ഗ്രഹിക്കണം. ശ്രവിക്കണമെന്ന് മാത്രമല്ല, ഗ്രഹിക്കണമെന്നുള്ളതാണ്. ഉൾക്കൊള്ളണം, മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. എന്താ? ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശിക്ഷണം നൽകുന്നത് ദൈവമായ കർത്താവിനോട് ചേർത്ത് നിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമുക്കറിയാം, മൃഗങ്ങൾ, നമ്മൾ വളർത്തുന്ന മൃഗങ്ങൾ, പട്ടിയാണെങ്കിലും ആടാണെങ്കിലും പശു ആണെങ്കിലും, കെട്ടിയിട്ടില്ലെങ്കിൽ അവ ഇഷ്ടം പോലെ ഇറങ്ങിങ്ങ് പോകും. മനുഷ്യൻ്റെ കാര്യവും ഇതുപോലെ തന്നെയാണ്. നിയന്ത്രിക്കാനായിട്ട് ആളില്ലെങ്കിൽ അതിലതീതമായിട്ട് പോകാൻ സകല സാധ്യതകളുമുണ്ട്. നിയന്ത്രണ രേഖ വിട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിയന്ത്രിക്കാനുള്ള മാർഗമാണ്, ദൈവമായ കർത്താവ് മനുഷ്യനെ നിയന്ത്രിക്കാനായിട്ട് വെച്ചിരിക്കുന്ന ഒരു മാർഗവും മാനദണ്ഡവുമാണ് ശിക്ഷണം എന്ന് പറയുന്നത്. ദൈവം നൽകുന്ന ശിക്ഷണം ആ കാര്യമാണ്. മനുഷ്യൻ വരുത്തിക്കൂട്ടുന്ന കാര്യത്തെക്കുറിച്ചല്ല പറഞ്ഞത്, ദൈവം നൽകുന്ന ശിക്ഷണത്തെക്കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് മനോഹരമായൊരു ഗാനമുണ്ടല്ലോ, സ്നേഹിക്കുന്നവർക്കല്ലയോ താതൻ നൽകുന്നു ശിക്ഷണം. അപ്പോൾ സ്നേഹിക്കുന്നവരെ, മക്കളായി സ്വീകരിക്കുന്നവരെ കർത്താവ് ശിക്ഷിക്കുന്നു എന്നുള്ളത് വചനത്തിൽ കൃത്യമായിട്ട് പങ്കുവച്ചിരിക്കുന്നതാണ്. അപ്പോൾ ശിക്ഷണം ഏറ്റുവാങ്ങാത്ത മകനും മകളും യഥാർത്ഥത്തിൽ മകനും മകളും അല്ലാതാകും എന്നൊരു വശം എൻ്റെ പിന്നിലുണ്ട്. നമ്മൾ വചനത്തിലൂടെ മുന്നോട്ട് കടന്നു പോകുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, മക്കബായരുടെ 2-ാം പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ തിരുവചനം പ്രകാരം പങ്കുവയ്ക്കും, അവിടുന്ന് തൻ്റെ കാരുണ്യം ഒരിക്കലും നമ്മിൽ നിന്നും പിൻവലിക്കുകയില്ല. അവിടുന്ന് തൻ്റെ കാരുണ്യം ഒരിക്കലും നമ്മിൽ നിന്നും പിൻവലിക്കില്ല. വിപത്തുകൾ കൊണ്ട് നമുക്ക് അവിടുന്ന് ശിക്ഷണം നൽകുന്നു. ശ്രദ്ധിക്കണം, വിപത്തുകൾ. പലപ്പോഴും വിപത്തുകളെ മനുഷ്യൻ കാണുന്നത് എങ്ങനെയാണ്? നെഗറ്റീവായിട്ടാണ്. വിപത്തുകൾ വരുന്നതെല്ലാം നെഗറ്റീവായിട്ടാണ്. പക്ഷേ കർത്താവ് വചനത്തോടെ പങ്കുവച്ചിരിക്കുന്നു, വിപത്തുകൾ കൊണ്ട് പോലും കർത്താവ് നമുക്ക് ശിക്ഷണം നൽകുന്നു. ഇനി ശിക്ഷണം നൽകുന്നെങ്കിലും അവിടുന്ന് സ്വന്തം ജനത്തെ ഒരിക്കലും കൈവിടുന്നില്ല. വിപത്തുകൾ കൊണ്ട് ശിക്ഷണം നൽകിയാൽ പോലും കർത്താവ് കൈവിടുകയില്ല. ഇതിൻ്റെ കാര്യവും കാരണവും അച്ഛൻ മുമ്പ് സൂചിപ്പിച്ചായിരുന്നു. നിയന്ത്രണത്തിന് വേണ്ടിയിട്ടാണ്, ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടാണ്, അകന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അടുപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ലക്ഷ്യം. പിതാവായ ദൈവത്തിൻ്റെ ലക്ഷ്യം അതാണ്. മനുഷ്യർ മൃഗങ്ങളെ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണെന്ന് അച്ഛൻ സൂചിപ്പിച്ചായിരുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്. ചില പട്ടിക്കാണെങ്കിൽ തുടൽ, പശുവിനാണെങ്കിൽ കയറ്, ആനയ്ക്കാണെങ്കിൽ ചങ്ങല, കുതിരയ്ക്കാണെങ്കിൽ കടിഞ്ഞാൺ. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യൻ മൃഗങ്ങളെ നിയന്ത്രിക്കുന്നത്. ദൈവം നമ്മളെ നിയന്ത്രിക്കുന്ന ഈ മുമ്പ് പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നമുക്ക് നൽകുന്ന ശിക്ഷണങ്ങൾ. അത് മറ്റൊരു കാര്യമാണ് വചനത്തിൽ ഓർമ്മപ്പെടുത്തിയേക്കുന്നത്. എന്താണ്? അതിതാണ് വിപത്തുകൾ. ദൈവം ചില വിപത്തുകൾ മനുഷ്യ ജീവിതത്തിൽ ദൈവം നൽകുന്നതാണെങ്കിൽ അതെന്തിനാ? നിയന്ത്രിക്കാൻ വേണ്ടി തന്നെയാണ്, മറ്റൊന്നിനുമല്ല, നശിപ്പിക്കാനല്ല, നിയന്ത്രിക്കാനാണ്. അതിനുവേണ്ടി നൽകുന്നതാണ്. മറ്റൊരു വചനങ്ങളിലും ഈ വിപത്തുകൾ കൊണ്ട് ദൈവം മനുഷ്യന് ശിക്ഷണം നൽകുന്നു എന്ന് നമ്മൾ കാണില്ല. ഇവിടെയാണത് കാണുക. മക്കബായരുടെ 2-ാം പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായം 16-ാമത്തെ തിരുവചനത്തിലാണ് അത് ആ ഒരു വാക്ക് പ്രധാനമായിട്ടും ഉൾച്ചേർത്ത് വെച്ചിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിച്ചത്. പ്രിയമുള്ളവരെ, അച്ഛൻ മുമ്പ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഡോക്ടർ ഇഞ്ചക്ഷൻ വയ്ക്കുന്നത് അത് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നേഴ്സ് മരുന്ന് കുടിപ്പിക്കുന്നത് അത് രോഗിയുടെ രോഗം മാറ്റാൻ വേണ്ടിയിട്ടാണ്. അമ്മ കുഞ്ഞിന് ഭക്ഷണം നിർബന്ധിച്ച് കൊടുക്കുന്നത് കഴിപ്പിക്കുന്നത് ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ വളർച്ച മുരടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ക്ഷീണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൻ നിരന്തരം മകളോട് പഠിക്കാൻ പറയുന്നത് അവർ നല്ല നിലയിൽ എത്താൻ വേണ്ടിയിട്ടാണ്. ടീച്ചർ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക്, സ്റ്റുഡൻസിന് എംപോസിഷൻ നൽകുന്നത് അത് കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. പഠനത്തിൽ, ആ പഠിക്കുന്ന കാര്യത്തിൽ, ആ വിഷയത്തിൽ
ആ ക്വസ്റ്റ്യൻ ആൻസറിലാണെങ്കിൽ, ചോദ്യോത്തരത്തിലാണെങ്കിൽ അതിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ കായികാധ്യാപകൻ കൂടുതലിട്ട് ഓടിക്കുന്നത്, കൂടുതൽ പരിശീലിപ്പിക്കുന്നത്, മടുത്താലും ഇട്ട് പരിശീലിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നന്നായി പരിശീലിക്കാൻ വേണ്ടിയിട്ടാണ്, മുന്നിലെത്താൻ വേണ്ടിയിട്ടാണ്, ഒന്നാമതെത്താൻ വേണ്ടിയിട്ടാണ്, സമ്മാനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. ആ രീതിയിലാണ് പരിശീലനം നൽകുന്നത്. പ്രിയമുള്ളവരെ, ഈ ഏത് മേഖലകളാണ് എടുത്തു കഴിഞ്ഞാലും എല്ലാത്തിൻ്റെ ലക്ഷ്യം എന്താണ്? പോസിറ്റീവാണ്, നന്മയാണ്, നല്ലതാണ്. ഇതിൻ്റെ ഒന്നും പിന്നിൽ നെഗറ്റീവ് അല്ല ലക്ഷ്യം. അപ്പോൾ നമ്മൾ തിരിച്ചറിയണം, അച്ഛൻ പങ്കുവെച്ചു വന്നതാണ്, കർത്താവ് മനുഷ്യന് ശിക്ഷണം നൽകുന്നത് അത് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ആത്യന്തികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആത്മാവ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഈശോ തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് തിരുവചനത്തിലും, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുന്നത് എൻ്റെ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നശിച്ചു പോകുന്നത് എൻ്റെ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. പിതാവ് ആഗ്രഹിക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് ഈശോ അസന്ധിഗ്ധമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വചനമാണിത്. ഒരുവൻ പോലും, ഒരു മനുഷ്യനും, അത് ആർക്കെല്ലാം ജന്മം കിട്ടിയോ അവരെല്ലാം രക്ഷപ്പെടണം, സ്വർഗത്തിൽ ദൂതന്മാരോടൊപ്പം ദൈവസ്തുതി, ദൈവമഹത്വം നൽകുന്നവരായിട്ട് മാറണം എന്നുള്ളതാണ് പിതാവായ ദൈവത്തിൻ്റെ ഓരോ മനുഷ്യനെക്കുറിച്ചുമുള്ള, ഈ ഭൂമിയിൽ പിറന്നു വീണ ഓരോ ജന്മത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമുള്ള പിതാവായ ദൈവത്തിൻ്റെ ഉള്ളിലിരിപ്പ് എന്നുള്ളത്. പ്രിയമുള്ളവരെ, ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു 33-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ തിരുവചനം, മനുഷ്യന് കിടക്കയിൽ വേദന കൊണ്ട് അസ്ഥിയുടെ തുടർച്ചയായ കഴപ്പ് കൊണ്ട് ദൈവശിക്ഷണം നൽകുന്നു. ഇങ്ങനെയും മറ്റൊരു വചനം വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണില്ല. മനുഷ്യന് കിടക്കയിൽ വേദന കൊണ്ട്, വയ്യാതെ കിടക്കുമ്പോൾ വേദന കൊണ്ട്, വ്യത്യസ്തങ്ങളും വിഭിന്നങ്ങളുമായിട്ടുള്ള രോഗങ്ങളാൽ വരുന്ന വേദനകൾ കൊണ്ട്, അതുകൊണ്ട് അസ്ഥിയുടെ തുടർച്ചയായ കഴപ്പ് കൊണ്ട്, അസ്ഥിക്ക് കഴപ്പ് ഉള്ളവർ കുറേ സമയം നിൽക്കുമ്പോൾ കാലിന് കഴപ്പുണ്ടാവും. കുറേ ജോലി ചെയ്ത് കഴിയുമ്പോൾ കൈയുടെ അസ്ഥികൾക്ക് വേദനയുണ്ടാവും, കഴപ്പുണ്ടാവും. അപ്പോൾ തുടർച്ചയായ കഴപ്പ് കൊണ്ട്, അസ്ഥികൾക്ക് തുടർച്ചയായ കഴപ്പ് കൊണ്ട് പോലും ദൈവം മനുഷ്യന് ശിക്ഷണം നൽകുന്നു എന്നൊരു വചനമുണ്ട്. പ്രിയമുള്ളവരെ, ഇതും രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്, ശിക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ വേദനയുള്ളപ്പോൾ മനുഷ്യൻ ദൈവത്തെ വിളിക്കും, വേദനയില്ലാത്തപ്പോൾ മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകലും, ദൈവത്തെ ശ്രദ്ധിക്കില്ല. അതുകൊണ്ട് ഇപ്രകാരം ഒരു ഗാനമുണ്ട്, സുഖമേറെയുണ്ടായ കാലങ്ങളിൽ ദൈവത്തിൻ നാമം മറന്നു. സുഖവും സൗകര്യങ്ങളുമൊക്കെ മനുഷ്യജീവിതത്തിൽ വരുമ്പോൾ സാധാരണ അല്പം കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ മനുഷ്യൻ ദൈവത്തെ മറക്കുമെന്നുള്ളതാണ് ആ ഗാനത്തിൻ്റെ അർത്ഥം. എന്നാൽ അവിടെ വേദനയും നൊമ്പരങ്ങളൊക്കെ വരട്ടെ, അപ്പോൾ ദൈവമേ എന്ന് വിളിക്കും, ദൈവമേ എന്ന് വിളിച്ച് ഓടിച്ചില്ലും. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല, ബോധമില്ലാഞ്ഞിട്ടല്ല, വിവേകമില്ലാഞ്ഞിട്ടല്ല, ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. നമ്മുടെ ഓരോരുത്തരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും നമുക്ക് കിട്ടുമ്പോൾ അന്ന് ദൈവമേ എന്ന് പോലും വിളിക്കാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടില്ലേ എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയേ. ഉണ്ടാവും. അച്ഛൻ പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്, ഓർത്ത് നോക്കിയിട്ടുണ്ട്, ധ്യാനത്തിനിരിക്കുമ്പോൾ ചിലപ്പോൾ ഓർത്ത് നോക്കിയിട്ടുണ്ട്. ദൈവമേ എന്ന് വിളിക്കാത്ത ദിവസങ്ങൾ പോലും ഉണ്ട് ജീവിതത്തിൽ. ഒരു ദിവസം 10-12 മണിക്കൂർ പകലുണ്ടായിട്ട് ദൈവമേ എന്ന് ഓർക്കാത്ത, വിളിക്കാത്ത ദിവസങ്ങൾ പോലും ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അന്ന് ഒരു കാര്യത്തിനും മുടക്കില്ല, ഒന്നിനും കുറവില്ല, കാര്യങ്ങളെല്ലാം സുഖമായിട്ട് പോകുന്നു, ഒന്നിനും വീഴ്ചയില്ല. ഭക്ഷണത്തിന് ഭക്ഷണം, വസ്ത്രത്തിന് വസ്ത്രം, പിന്നെ ചുറ്റുപാടുകൾ, സുഖ സൗകര്യങ്ങളെല്ലാം ഓക്കെ. അപ്പോൾ പിന്നെ ഇതൊന്നും ആവശ്യമില്ല. പക്ഷേ ഒരു വേദന, ഒരു തലവേദന പെട്ടെന്ന് വന്നു, ദൈവമേ, അറിയാതെ വിളിച്ചു പോകും. പ്രിയമുള്ളവരെ, ഇങ്ങനെയൊരു കാര്യം കേട്ടിട്ടുണ്ട്. പന്നിയുടെ തലയ്ക്ക് അടി കിട്ടിക്കഴിയുമ്പോഴാണ് മുകളിലേക്ക് നോക്കുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പന്നിയുടെ തലയ്ക്ക് അടി കിട്ടിക്കഴിയുമ്പോഴാണ് മുകളിലേക്ക് നോക്കുന്നത്. അതുവരെ അതിന് മുകളിലേക്ക് നോക്കേണ്ട കാര്യമില്ല. ചുറ്റുപാടും അതിന് കിട്ടേണ്ടതെല്ലാം ചുറ്റുപാടും നിന്ന് കിട്ടും. അപ്പോൾ അടി കിട്ടിക്കഴിയുമ്പോഴാണ് എന്തോ സംഭവിച്ചെന്നുള്ള കാര്യം തിരിച്ചറിയുന്നത്. അപ്പോഴാണ് മുകളിലേക്ക് നോക്കുന്നത്. അപ്പോഴത്തേക്കും സമയം കഴിഞ്ഞു പോയി. അപ്പോൾ ഇതാണ് പ്രിയമുള്ളവരെ, അതുകൊണ്ട് ദൈവം ചില മനുഷ്യരെ ദൈവം കിടക്കയിലാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മുകളിലേക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്, ഉന്നതങ്ങളിലേക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്. കിടക്കാതെ മനുഷ്യന് മുകളിലോട്ട് നോക്കില്ല. മുമ്പ് പറഞ്ഞ പന്നിയുടെ കാര്യം പറഞ്ഞതുപോലെ അടി കിട്ടിക്കഴിയുമ്പോഴേ മുകളിലേക്ക് നോക്കുകയുള്ളൂ. മനുഷ്യനും ഇതാണ്. ചിലപ്പോൾ ചില വീഴ്ചകൾ ഉണ്ടായി കഴിയുമ്പോൾ, പൗലോസ്ലീഹയുടെ ഉദാഹരണം നമുക്കറിയാം. അവൻ മുകളിലേക്ക് നോക്കിയപ്പോഴാണ്, കുതിരപ്പുറത്തും താഴെ വീണ് കഴിഞ്ഞപ്പോഴാണ്. അപ്പോഴേക്കും കണ്ണുപോലും അന്ധമായി എന്നുള്ളതാണ്. അപ്പോഴേക്കാണ് ഉയരങ്ങളിലേക്ക് നോക്കാനായിട്ടിടയാകുന്നത്, എന്തൊക്കെയോ പിന്നിലുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനായിട്ടിടയാകുന്നത്, ഉന്നതങ്ങളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനായിട്ടിടയാകുന്നത് അടികിട്ടി വീഴുമ്പോഴാണ്. മനുഷ്യജീവിതത്തിലും ഇത് സാധാരണവും സ്വാഭാവികവുമാണ്. കാരണം ചില വീഴ്ചകൾ ഉണ്ടാകുമ്പോഴാണ് എന്തുകൊണ്ട് വീണു എന്ന് ചിന്തിക്കാനായിട്ടിടയാകുന്നത്. ചിലർക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളത് വേറെ വശം.
അവരെ വിട്ടുകളയുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ചില തിരിച്ചടികളും ചില കുറവുകളും ചില ന്യൂനതകളും ചില വേദനകളും ചില രോഗങ്ങളും ഒക്കെ ജീവിതത്തിൽ വരുമ്പോൾ, ചിലപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ മനുഷ്യന് കിടക്കയിലായുമ്പോൾ, ഒരു അസുഖം വന്ന് കിടക്കയിലായി കഴിയുമ്പോഴാണ് മുകളിലേക്ക് നോക്കുന്നത്, ദൈവമേ എന്ന് വിളിക്കുന്നത്. എത്രയോ പേര് എന്നെ പോലെ ഇന്ന് കിടക്കാതെ നടക്കുന്നവരുണ്ട് എന്ന് ചിന്തിക്കുന്നപ്പോഴാണ്. എനിക്ക് കുഴപ്പങ്ങളും കുറവുകളും ഇല്ലാതെ ഞാൻ നടക്കുമ്പോൾ എന്നെപ്പോലെ നടക്കുന്നവരെക്കുറിച്ച് പോലും ഞാൻ ചിന്തിക്കില്ല. എന്നെപ്പോലെ ആരോഗ്യമുള്ളവരെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. ആരോഗ്യമില്ലാത്തവരെക്കുറിച്ച് ഞാൻ ചിന്തിക്കില്ല. എന്നോളം ആരോഗ്യമില്ലാത്തവരെക്കുറിച്ച്, എന്നോളം കഴിവില്ലാത്തവരെക്കുറിച്ച്, എന്നോളം ഇതുപോലെ ജോലികൾ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ സാധിക്കാത്തവരെക്കുറിച്ച് അപ്പോൾ പലപ്പോഴും ഞാൻ ചിന്തിക്കില്ല. പക്ഷേ കിടന്ന് കഴിയുമ്പോൾ, വീണ് കഴിയുമ്പോൾ നമ്മൾ അവരെക്കുറിച്ച് ചിന്തിക്കും. അവരൊക്കെ നടക്കുന്നുണ്ടല്ലോ, അവരൊക്കെ ജോലി ചെയ്യുന്നുണ്ടല്ലോ, അവരൊക്കെ ഉയരങ്ങളിലെത്തുന്നുണ്ടോ, അവരൊക്കെ പ്രാർത്ഥിക്കുന്നു, അവരൊക്കെ പഠിക്കുന്നുണ്ടല്ലോ, അവരൊക്കെ യാത്ര ചെയ്യുന്നുണ്ടല്ലോ എന്ന് അപ്പോഴാണ് ചിന്തിക്കുന്നത്. അപ്പോഴാണ് പിന്നിലുള്ള സത്യത്തെക്കുറിച്ച് അവബോധമുള്ളവരാവുക. ദൈവം അവർക്കതിനുള്ള ശക്തി കൊടുത്തു, അവർക്കതിനുള്ള കൃപ കൊടുത്തു, അവർക്കതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഒഴുക്കി കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോഴാണ് എന്നിലേക്ക് തിരിയാനായിട്ടിടയാകുന്നത്. എനിക്ക് എൻ്റെ അവസ്ഥ എന്തുകൊണ്ട്? പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ചിലരെയൊക്കെ ദൈവം കിടക്കയിലാക്കും, ദൈവം കിടപ്പിലാക്കും. അത് ഇതിനു വേണ്ടിയിട്ടാണ് മുകളിലേക്ക്, ഉന്നതങ്ങളിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് ദൈവം ഒരുക്കുന്ന മാർഗങ്ങളായിട്ട് വേണം നമ്മളതിനെ കാണാൻ. പ്രിയമുള്ളവരെ, സുഭാഷങ്ങളുടെ പുസ്തകം 13-ാമത്തെ അധ്യായം 24-ാമത്തെ തിരുവചനം: മകനെ ശിക്ഷ കൂടാതെ വളർത്തുന്നവൻ അവനെ വെറുക്കുന്നു, സ്നേഹമുള്ള പിതാവ് അവന് ശിക്ഷണം നൽകാൻ ജാഗ്രത കാട്ടുന്നു. ശിക്ഷണം നൽകാൻ ജാഗ്രത കാട്ടുന്ന പിതാവ് ആ മകനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പോൾ ശിക്ഷണം കിട്ടിയ മക്കളൊക്കെ ഏറ്റവും കൂടുതൽ ആ മാതാപിതാക്കളെ സ്നേഹിക്കത്തുള്ളൂ. ഈ പുതിയ തലമുറയിലുള്ള പ്രത്യേകത ഇതാണ്: മക്കൾക്ക് ശിക്ഷണം കൊടുക്കാതെയാണ് പല മാതാപിതാക്കളും വളർത്തിക്കൊണ്ടിരിക്കുന്നതെന്നൊരു ഒരു സത്യമുണ്ട്. പല മാതാപിതാക്കളും കൊച്ചുമക്കൾക്ക് ശിക്ഷണം കൊടുക്കാതെ, എന്ന് പറഞ്ഞാൽ ചോദിക്കുന്ന എല്ലാം ഇട്ടിട്ട് കൊടുക്കുക. എന്ത് ചോദിച്ചോ അപ്പോൾ വാങ്ങിച്ചു കൊടുക്കുന്നു, ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ശിക്ഷണമില്ല അവിടെ. ചോദിക്കുന്നെല്ലാം വാങ്ങിച്ചു കൊടുക്കുക. ഇങ്ങനെ വളരുന്ന മക്കൾ മാതാപിതാക്കളെ ശിക്ഷിക്കുന്നവരായിട്ടേ മാറുള്ളൂ. ഇങ്ങനെ വളരുന്ന മക്കൾ, ശിക്ഷണം ഏറ്റുവാങ്ങാതെ വളരുന്ന മക്കൾ മാതാപിതാക്കളെ ശിക്ഷിക്കും. ഒന്നെങ്കിൽ അവരുടെ ജീവിതം കൊണ്ട് അവർ ശിക്ഷിക്കും, ഇല്ലെങ്കിൽ അവരുടെ വാക്കുകൊണ്ട് ശിക്ഷിക്കും, അല്ലെ പ്രവൃത്തി കൊണ്ട് ശിക്ഷിക്കും. പ്രിയമുള്ളവരെ, ഇവിടെയാണ് സ്നേഹിക്കുന്നവരെ താതൻ ശിക്ഷിക്കുന്നു എന്ന വചനത്തിൻ്റെ അർത്ഥം നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ടത്. പ്രിയമുള്ളവരെ, സുഭാഷിതങ്ങളുടെ പുസ്തകം 12-ാമത്തെ അധ്യായം 1-ാമത്തെ തിരുവചനം: ശിക്ഷണം ഇഷ്ടപ്പെടുന്നവൻ വിജ്ഞാനത്തെയാണ് സ്നേഹിക്കുന്നത്, ശാസനം വെറുക്കുന്നവൻ മൂഢനാണ് എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് സുഖങ്ങളുള്ളപ്പോൾ പലപ്പോഴും മനുഷ്യൻ ദുഃഖത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് സുഖങ്ങളെല്ലാം ഉള്ളപ്പോൾ പലപ്പോഴും ദുഃഖത്തെക്കുറിച്ച് ചിന്തിക്കില്ല. മുമ്പ് പറഞ്ഞതാണ്, സുഖമേറെ ഉണ്ടായ കാലങ്ങളിൽ ദൈവത്തിന് നാമം മറന്നു, ദൈവത്തെ മറക്കും. അതുപോലെ തന്നെ മറ്റൊന്നാണ്, ഞാൻ എല്ലാ തരത്തിലുള്ള സുഖങ്ങൾ ആസ്വദിച്ച് നടക്കുമ്പോൾ, ജീവിക്കുമ്പോൾ ദുഃഖമുള്ളവരെ ഞാൻ മനസ്സിലാക്കുന്നില്ല. ദുഃഖത്തെക്കുറിച്ച് എനിക്ക് സുഖം മാത്രമല്ല, എപ്പോഴെങ്കിലുമൊക്കെ ദുഃഖം എൻ്റെ ജീവിതത്തിൽ വരാനിരിക്കുന്നു എന്നുള്ള കാര്യം പോലും ഞാൻ ഓർക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു വശമുണ്ട്. സന്തോഷമുള്ളപ്പോൾ സങ്കടത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല. എല്ലാം നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ വളർച്ചയുള്ളപ്പോൾ തളർച്ചയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല. വിജയിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരാജയം എൻ്റെ ജീവിതത്തിൽ വരും അല്ലെങ്കിൽ വരുമോ എന്നുപോലും നമ്മൾ ചിന്തിക്കില്ല. നേട്ടങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നഷ്ടത്തെക്കുറിച്ച് നമ്മൾ ഓർക്കില്ല. സമ്പത്ത് വർദ്ധിക്കുമ്പോൾ ഒരിക്കൽ ദാരിദ്ര്യം വരാൻ സാധ്യതയുണ്ടോ എന്ന് പോലും നമ്മൾ ഓർക്കില്ല. എല്ലാം ഉള്ളപ്പോൾ ഇല്ലായ്മയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല. എപ്പോഴും ഭക്ഷണമുള്ളപ്പോൾ വിശപ്പിൻ്റെ വേദനയോ വിശപ്പിൻ്റെ നിലവിളിയോ വിശപ്പിൻ്റെ ബുദ്ധിമുട്ടോ നമ്മൾ അറിയുകയില്ല. ഇതെല്ലാം നമ്മുടെ പച്ച ജീവിതത്തിൻ്റെ പച്ച യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ്. പ്രിയമുള്ളവരെ, സുഭാഷിതങ്ങളുടെ പുസ്തകം 29-ാമത്തെ അധ്യായം 17-ാമത്തെ തിരുവചനം: മകന് ശിക്ഷണം നൽകുക, അവൻ നിന്നെ ആശ്വാസഹേതുവാക്കും, നിന്റെ ഹൃദയത്തെ ആനന്ദിപ്പിക്കുകയും ചെയ്യും. അച്ഛൻ ഓർക്കുകയാണ്, സ്കൂളിൽ പഠിച്ച കാലഘട്ടത്തിൽ അധ്യാപകരിൽ നിന്നും അടി കൂടുതൽ വാങ്ങിയ കുട്ടികളൊക്കെയാണ് ഇന്ന് ആ അധ്യാപകരെയൊക്കെ ഏറ്റവും കൂടുതൽ ആദരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നത്. ബാച്ച് ഗാദറിങ്ങിന് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ ശേഷം ബാച്ച് ഗാദറിങ് നടത്തിയ സന്ദർഭത്തിൽ ഈ ഏറ്റവും കൂടുതൽ അധ്യാപകരിൽ തല്ല് വാങ്ങിച്ച വ്യക്തികളൊക്കെയാണ് അധ്യാപകരെ ഏറ്റവും കൂടുതൽ അവരെ സ്വാധീനിച്ചെന്നൊക്കെ വിളിച്ചു പറഞ്ഞത് ഓർക്കുകയാണ്. മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞത് ഓർക്കുകയാണ്.
ആണ്. ശിക്ഷണം ഏറ്റുവാങ്ങുന്ന മക്കൾ ഏറ്റവും കൂടുതൽ മാതാപിതാക്കളെ സ്നേഹിക്കത്തുള്ളൂ. പുതിയ തലമുറയിലെ മാതാപിതാക്കൾ, യുവ മാതാപിതാക്കൾ ഒരിക്കലും ശ്രദ്ധിക്കില്ലാത്തൊരു കാര്യമാണ്. അവർ എല്ലാം ഇട്ടുകൊടുത്ത് സ്നേഹിക്കുക, ശിക്ഷണം കൊടുക്കാതെ വളർത്തുക. അവരെ മക്കൾ ഉപേക്ഷിക്കുകയുള്ളൂ, മക്കൾ ശ്രദ്ധിക്കാതെ പോവുള്ളൂ. കാരണം അവർക്ക് വേദന എന്തെന്നറിയില്ല, സഹനം എന്തെന്നറിയില്ല, ബുദ്ധിമുട്ട് എന്തെന്നറിയില്ല. മുമ്പ് പറഞ്ഞതുപോലെ വിശപ്പ് എന്തെന്നറിയില്ല, സമയാസമയങ്ങളിൽ ഇട്ടിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ വിശപ്പ് എന്തെന്നറിയില്ല, ദാരിദ്ര്യം എന്തെന്നറിയില്ല, ദുഃഖം എന്തെന്നറിയില്ല, സഹനം എന്തെന്നറിയില്ല. അപ്പം ഇങ്ങനെ വളരുന്ന മക്കൾക്ക് ഒരിക്കലും മാതാപിതാക്കളെ സ്നേഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു വശം എൻ്റെ പിന്നിലുണ്ട്. ഇതൊരു അപകടത്തിലേക്കാണ് നമ്മുടെ നാട് പോകുന്നത്, ദേശം പോകുന്നത്, നമ്മുടെ മക്കളൊക്കെ കടന്നു വരുന്നതെന്നുള്ള കാര്യം, അല്ലെ നമ്മൾ കടന്നു വരുന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും ചിന്തിക്കാതെ പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ള കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ശാസനയും ശിക്ഷണവും ഉപദേശവും തിരുത്തും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മനുഷ്യ ജീവിതത്തിൽ. ദൈവം നമുക്ക് നൽകുന്നത് പോലെ നമ്മുടെ അടുത്ത തലമുറയ്ക്കും ഇത് നൽകി വേണം വളർത്തിക്കൊണ്ട് വരാനായിട്ട്. ശാസന, ശിക്ഷണം, ഉപദേശം, തിരുത്തലുകൾ, ഈ 4 കാര്യങ്ങൾ നൽകാത്തവരൊക്കെ ഇരുന്ന് കരയേണ്ടി വരും. ഒരിക്കൽ കരയുന്ന മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട്. ഇത് നൽകാതെ വളർത്തിക്കൊണ്ടുവന്ന മക്കൾ കാട്ടിക്കൂട്ടുന്ന അല്ലെങ്കിൽ ചെയ്തു കൂട്ടുന്ന കോലാഹലങ്ങളൊക്കെ കണ്ട് ഇരുന്ന് കരയുന്ന മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ശാസനയും ശിക്ഷണവും ഉപദേശവും തിരുത്തലുകളുമൊക്കെ സമയത്ത് കൊടുക്കാത്തവർ കരയേണ്ടി വരും, സ്വീകരിക്കാത്തവർ അപകടകാരികളും ആകും. കൊടുത്താൽ അവർ അനുഗ്രഹീതരാകും, സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ അവർ സഹായിക്കുന്നവരുമാകും. പ്രിയമുള്ളവരെ, പ്രഭാഷകന്റെ പുസ്തകം 10-ാമത്തെ അധ്യായം 1-ാമത്തെ തിരുവചനം, ജ്ഞാനിയായ ന്യായാധിപൻ ജനത്തിന് ശിക്ഷണം നൽകുന്നു, അതുകൊണ്ട് അവൻ ചിട്ടയോടെ ഭരിക്കുന്നു. ജ്ഞാനിയായ ന്യായാധിപൻ ജനത്തിന് ശിക്ഷണവും നൽകുന്നു, അതുപോലെ ചിട്ടയോടെ ഭരിക്കാനായിട്ട് അവന് സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ശിക്ഷണമുള്ളിടത്താണ് നിയന്ത്രണം ഉണ്ടാവുള്ളൂ, ശിക്ഷണമുള്ളിടത്തെ നിയന്ത്രണം ഉണ്ടാവുള്ളൂ. ശിക്ഷണമില്ലയോ താൻ തോന്നിയായിട്ടേ മകൻ വളരുകയുള്ളൂ, മകൾ വളരുകയുള്ളൂ. അങ്ങനെ ഒരു വശമുണ്ട്. ശിക്ഷണമില്ലാതെ വളർത്തുന്ന ഒരു മകനും മകളും താൻ തോന്നിയായിട്ട് വളരുകയുള്ളൂ. കാരണം ചങ്ങലയില്ല, കടിഞ്ഞാണില്ല, തൊടലില്ല, കയറില്ല, അഴിച്ചുവിട്ടേക്കുവാണ്, പോകും. അത് വേണ്ടാത്തടത്തെല്ലാം കയറി നടക്കും, വേണ്ടാത്തതെല്ലാം പോയി തിന്നും, അപകടം വിളിച്ചു വരുത്തും, അപകടത്തിൽ പോയി കെണിയിൽ പോയി ചാടും. ഇതാണ് പ്രിയമുള്ളവരെ, ഇത് മൃഗങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ ആണെങ്കിൽ പോലും മനുഷ്യ ജീവിതത്തിലും ഇത് അതേപോലെ പ്രായോഗികമാണ്. അപ്പോൾ അതുകൊണ്ട് നിയന്ത്രണം എന്ന് പറഞ്ഞാൽ ശിക്ഷണമാണ്. ദൈവം നൽകുന്ന ശിക്ഷണത്തെക്കുറിച്ച് ഞാൻ ആദ്യമേ പങ്കുവച്ചായിരുന്നല്ലോ പ്രിയമുള്ളവരെ. അതുകൊണ്ട് വചനം വീണ്ടും പറയുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 30-ാമത്തെ അധ്യായം 8-ാം തിരുവചനം, മെരുക്കാത്ത കുതിര ദുശാഠ്യം കാണിക്കും, മെരുക്കാത്ത കുതിര ദുശാഠ്യം കാണിക്കും, ശിക്ഷണം ലഭിക്കാത്ത പുത്രൻ തന്നിഷ്ടക്കാരനുമാകും. കൃത്യം അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മെരുക്കാത്ത കുതിര ദുശാഠ്യം കാണിക്കും, ശിക്ഷണം ലഭിക്കാത്ത പുത്രൻ തന്നിഷ്ടക്കാരനുമാകും. അപ്പോൾ അതുകൊണ്ട് അങ്ങേയറ്റം ശിക്ഷണം നൽകുന്ന ശിക്ഷണങ്ങളെല്ലാം സ്വീകരിച്ച് വളരുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമുക്ക് വീണ്ടും അതുപോലെ പ്രാർത്ഥിക്കാം. സ്നേഹിക്കുന്നവർക്കല്ലേ താതൻ ശിക്ഷണം നൽകുന്നു. നമുക്ക് അതുകൊണ്ട് നൽകുന്ന ശിക്ഷണങ്ങളെ, ശാസനങ്ങളെയൊക്കെ ദൈവം നൽകുന്നതായിട്ട് സ്വീകരിക്കാനും ഏറ്റെടുക്കാനായിട്ടും സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. സ്നേഹിക്കുന്നവർക്കല്ലയോ താതൻ നൽകുന്നു ശിക്ഷണം. പ്രിയമുള്ളവരെ, തമ്പുരാനാണ് ശിക്ഷണം നൽകുന്നുള്ള ബോധ്യത്തോടു കൂടി നമുക്ക് ലഭിക്കുന്ന ചില രോഗങ്ങൾ, ചില പീഡകൾ, ചില പീഡനങ്ങൾ, ചില സഹനങ്ങൾ ഒക്കെ, ചില കുരിശുകൾ, അതൊക്കെ നമുക്ക് അങ്ങനെ ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചാൽ പ്രിയമുള്ളവരെ, നമ്മൾ ദൈവികരായിട്ട് വളരും, ദൈവത്തിലേക്ക് വളരും, ആത്മീയരായിട്ട് വളരും. അതിനുള്ള കൃപ നമുക്ക് കൂടുതൽ കർത്താവ് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.